നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്ന 8 അടയാളങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നതിൻ്റെ ആദ്യ അടയാളം നിങ്ങളുടെ രക്ഷയുടെ ഉറപ്പാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു സംശയത്തെയും വിഷമതകളെയും മറികടക്കുമെന്ന ഉറപ്പോടെ എല്ലാ ദിവസവും ഉണരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. രക്ഷയിലുള്ള ഈ ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതിൻ്റെ ആദ്യ അടയാളമാണ്. ബൈബിളിൽ പറയുന്നു, അവിശ്വസനീയമായ കാര്യത്തെ ഉറപ്പിക്കുന്നു. അത് നാം ദൈവത്തിൻ്റെ മക്കൾ എന്നാണ്. നാം സംസാരിക്കുന്നത് ഒരു ഉറപ്പുള്ള ബോധ്യത്തെക്കുറിച്ചാണ്. അത് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ചാണ്. ഈ ഉറപ്പ് സത്യം പറഞ്ഞാൽ ആത്മാവിലുള്ള ഒരു നങ്കൂരം പോലെയാണ്. യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു എന്ന് ബൈബിളിൽ നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അവൻ നമ്മുടെ വിശ്വാസത്തെ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ്റെ സാന്നിധ്യം വളരെ നിശബ്ദമാണ്, എങ്കിലും ഉള്ളിൽ വളരെ വ്യക്തമായ ഒരു ശബ്ദം നമ്മോട് പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇത് പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. രണ്ടാമത്തേത്, സ്വഭാവമാറ്റം. നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റമുണ്ടാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘമായ ക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ വിജയം. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്ന യഥാർത്ഥ സ്വഭാവ വിശേഷങ്ങളാണിത്. ഇത് പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന ഒരു ആഴമേറിയ പ്രക്രിയയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, വാക്കുകൾ, ചിന്തകൾ പോലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. മൂന്നാമത്തെ അടയാളം സുവിശേഷം പറയാനുള്ള ആഗ്രഹമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ആന്തരിക ശക്തി ഉണ്ടാകും. ഇത് വെറുമൊരു ശക്തിയല്ല, ദൈവീക ധൈര്യമാണ്. നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവരോടും സുവിശേഷം പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവ്യ ധൈര്യമാണിത്. യേശുവിനെക്കുറിച്ച് സംസാരിക്കുവാനുള്ള അതിയായ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നു. സുവിശേഷം പറയാനുള്ള ഈ ആവേശം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. നിങ്ങൾ കാണിക്കുന്ന മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ സ്നേഹം, ഇതിനെയെല്ലാം ശക്തമായ സുവിശേഷത്തിൻ്റെ രൂപങ്ങളാണ്. 4, അന്യഭാഷ സംസാരിക്കുവാനുള്ള കഴിവ്. നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത വാക്കുകൾ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. അത് വ്യക്തമായ അടുപ്പം ഉറപ്പാക്കുന്ന ഒരു ദിവ്യ അനുഭവമാണ്. 5-ാമത്തെ അടയാളം യേശുവിനോടുള്ള ആഴമായ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. നാം പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരും. ഇത് അവഗണിക്കാൻ നമുക്ക് കഴിയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും യേശുവിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും യേശുവിനെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും.
യേശുവിനോടുള്ള ഈ അതിയായ സ്നേഹം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. 6. സത്യത്തെ അറിയുക. പരിശുദ്ധാത്മാവാണ് നമ്മെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുന്നത്. വചനത്തിൻ്റെ ആഴങ്ങളിലെയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും വെളിപ്പെടുത്തും. പരിചയമില്ലാത്ത കടലിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എല്ലാ വഴികളും നന്നായി അറിയുന്ന ഒരു കൂട്ടുകാരൻ കൂടെ ഉള്ളതുപോലെയാണ്. ആളുകളുമായി നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ വചനത്തെ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണുകളും ഹൃദയവും തുറക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് ജ്ഞാനം തരും. ഇത് പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ്. 7. ആശ്വാസം. എല്ലാം കൈവിട്ടു പോയി എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തു ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന സമയം, ആ സമയങ്ങളിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു ആശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നിങ്ങളുടെ ആത്മാവിനെയും ഹൃദയത്തെയും ശാന്തമാക്കുന്ന ഒരു ആശ്വാസം. അതാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, മനസ്സിനെ പിടിച്ചു ഉലയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ആശ്വാസദായകൻ എന്ന് യേശു പറയുന്നുണ്ട്. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴും ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങൾ മാത്രം പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൈ പിടിച്ചുയർത്തും. അവൻ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. കൂടാതെ പുതിയ ശക്തിയും കാര്യങ്ങളും എല്ലാം ഭംഗിയായി ചെയ്യാനുള്ള കഴിവും അവൻ നിങ്ങൾക്ക് നൽകും. കാരണം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മനുഷ്യൻ്റെ യുക്തിയെ വെല്ലുന്ന ഒരു സമാധാനമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ആ സമാധാനം നിങ്ങളുടെ മനസ്സിൽ അവൻ തരും. 8ാമത്തെ അടയാളം, മധ്യസ്ഥൻ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സ് വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു വാക്കുപോലും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ആ സമയത്ത് അവൻ കൂടെയുണ്ട് എന്നുള്ളത് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് നന്നായി അറിയുന്ന ഒരു സുഹൃത്താണ് പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുക മാത്രമല്ല, നിങ്ങളുടെ ആഴമേറിയ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സജീവമായി എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ ഓർക്കുക, നിങ്ങൾക്ക് ഒരു സ്വർഗീയ മധ്യസ്ഥനുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിലുണ്ട്.